ആക്കിയിരിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ നിങ്ങളുടെ ഫുൾ പ്രസൻസ് ഈ ഒരു മീറ്റിംഗിലേക്ക് നിങ്ങൾ കൊടുക്കുക. സോ വളരെ പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഈ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടീമിന് കാര്യങ്ങളൊക്കെ എല്ലാ ആളുകളും പെട്ടെന്ന് വിളിച്ച് കയറ്റാം. ഓക്കെ. അതുപോലെ തന്നെ ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ആളുകൾ ചിലപ്പം കാണുന്ന ഒരുപാട് ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഒക്കെ പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം പല ഭാഗത്തു നിന്നും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ നമ്മളൊരു ശ്രദ്ധക്കുറവ് ചിലപ്പം പല ആളുകളിലേക്കും ചിലപ്പോൾ ഇത് എത്തിക്കും. അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിരിക്കുന്ന ആളുകൾ നിങ്ങൾ എന്താണ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഒരു ഞായറാഴ്ച ദിവസമാണ്. നല്ല തണുപ്പാണ്. ഈ ഒരു തണുപ്പത്ത് ഉറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും പല മേഖലയിലുള്ള ആളുകളും നല്ല മൂടി പുതച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആളുകൾ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് കുളിച്ച് ഉഷാറായിട്ട് ഒരു മീറ്റിങ്ങിൻ്റെ മുന്നിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. സോ ഈ ഇരിക്കുന്നതിനൊക്കെ നമുക്കൊരു പർപ്പസ് ഉണ്ട്, റൈറ്റ്? ലൈഫിൽ വിജയിക്കുക എന്നുള്ളൊരു പർപ്പസ് ഉണ്ട്. സോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മളെ ഫാമിലിയുടെ ഗ്രോത്ത് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും നമ്മളെ അപ്ലയൻസിന് വേണ്ടിയിട്ടും നമ്മളെ ഡൗൺലൈൻസിന് വേണ്ടിയിട്ടും നമ്മളൊക്കെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. താങ്ക് യു സോ മച്ച്. എന്താണ് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീച്ചതിൻ്റെ ആ ഒരു ഇത് പല ആൾക്കാരുടെ മുഖത്തുണ്ടല്ലോ. ഹലോ, ഒന്ന് ഉഷാറായിട്ട് വരണം. എല്ലാ ആളുകളും ഒരു തംസപ്പും ഒരു ലവ് ഒക്കെ ഇടുക. നമ്മളെ സ്ക്രീൻ ഇങ്ങോട്ട് നിറയണം. എല്ലാ ആളുകളും, കാരണം നല്ലൊരു ഞായറാഴ്ച ദിവസമാണ്. സോ നമ്മളൊരു ഞായറാഴ്ച അല്ലെങ്കിൽ ഏതൊരു ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ തന്നെ പോസിറ്റീവ് ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാളെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെയാണ്. സോ ഈ ആളങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് നമ്മളിതിങ്ങനെ ആ ആളെടുത്ത് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഒരു സിറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്, റൈറ്റ്? എന്നാലാണ് ഈ ആൾക്ക് ഇയാളുടെ ഉള്ളിലുള്ളത് മൊത്തം പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെയല്ലേ? നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വരട്ടെ. മൂപ്പരേന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടട്ടെ. കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോൾ നമുക്ക് നമ്മളെ ബിസിനസ്സിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയാൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് വളരും, റൈറ്റ്? ഇപ്പം നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ചിലപ്പം വേറൊരാൾ അവരുടെ ബിസിനസ്സിൽ ചെയ്തിട്ട് അത് നമ്മളെ ബിസിനസ്സിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ ഈ ബിസിനസ്സിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിരിക്കും അത്. സോ അതിനെക്കൊണ്ട് തന്നെ ഇവിടെ ആ ഒരു വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നാളെ നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ആരിൽ നിന്ന് കിട്ടും? ആ ഒരു വ്യക്തിൻ്റെ നിന്ന് കിട്ടും. സോ ആർ യു റെഡി? ഓക്കെ. അടിപൊളി. എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഓഡിബിൾ അല്ലേ? അപ്പം ഇന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടി പറ്റും, ഞായറാഴ്ച ദിവസം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിൽ നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പീരിയൻസ് പറയാൻ വരാറുള്ളത്, റൈറ്റ്? ഒരു VPO അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഇൻകം 0 ആയിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ആ സീറോയെ ഏകദേശം ടോട്ടൽ ഇൻകം 10 ലക്ഷം എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെൽക്കം ചെയ്യാറുള്ളത്. സോ ഇന്ന് അതേപോലെ തന്നെയാണ് ഒരു ബ്രാൻഡ് ന്യൂ മില്യണയർ ക്ലബ് മെമ്പറിനെയാണ് നമ്മൾ ഇന്നിവിടെ. ഈ ആൾക്ക് ഇങ്ങനെ വെൽക്കം കൊടുത്താൽ മതിയോ? ഈ ആളെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. സോ ഓക്കെ. സോ ജുനൈദ് സാർ, അൺമ്യൂട്ട് ഓപ്ഷൻ ഇല്ല ജുനൈദ് സാറിന്? ഓക്കെ. സോ ജുനൈദ് സാർ, മോസ്റ്റ് വെൽക്കം ടു ദ RK ബ്രേക്ക്ഫാസ്റ്റ് മീറ്റ്. ഓക്കെ. സോ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. അപ്പം ഒരു അക്കൗണ്ടന്റ് ആയിരിക്കെയാണ് ജുനൈദ് സാർ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തി. ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിച്ച് ഒരുപാട് ആളുകളിലേക്ക് വരുമാനം എത്തിക്കുന്ന ഈ ഒരു ബിസിനസ്സിലെ മില്യണർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ജുനൈദ് സാർ മാറുകയാണ്. സോ നമുക്കറിയണം,
നമുക്കറിയണം എങ്ങനെയാണ്, ആര് വഴിയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളത്, ആദ്യം എന്തായിരുന്നു നിങ്ങൾ എന്ത് വർക്ക് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു തുടക്കം നമുക്ക് കിട്ടണം ജുനൈസ് സർ. സോ യെസ്. ഓക്കെ. ഗുഡ് മോർണിംഗ് ആൾ. വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ് ആൾ. മോർണിംഗ്. ആദ്യമായിട്ട് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജുനൈദ് ബിൻ ഹംസ. മലപ്പുറം കീശ്ശേരിയാണ് സ്വദേശം. ഓക്കെ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്തൊരു മേഖല എന്ന് പറഞ്ഞാൽ ഡിഗ്രി സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. Recording in progress. ഓക്കെ. ഡിഗ്രി സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ എന്ത് മേഖലകൾ ചെയ്യും. ഇപ്പം എന്താണ് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു, പിന്നെ മൊത്തം ബ്ലാങ്ക് ആണ്. പിന്നെ എന്താ ചെയ്യുക, പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് വേറെ ഒരുപാട് പണികൾക്ക് പോയി. ഡിഗ്രി സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറെ കാറ്ററിംഗ് ആയിട്ടും ഒരുപാട് അങ്ങനത്തെ പല പണികൾക്ക് പോയി. അതിന് മുമ്പ് ലാസ്റ്റ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സിന്റെ കോഴ്സ് എടുത്തു. അക്കൗണ്ടിങ് മേഖലയിലായിരുന്നു ഞാൻ ലാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അക്കൗണ്ട്സിൽ കുറച്ച് കാലം അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ അവിടെ പ്രത്യേകിച്ച് തുടർന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പം അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇറങ്ങി. അതിനുശേഷം പിന്നെ ഇനി എന്ത് ചെയ്യും, അഥവാ ഇനി എയർ സ്റ്റഡീസ് നോക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നോക്കണോ, പ്രത്യേകിച്ച് എഴുതുന്നില്ല, ഇനി പഠിക്കണോ, മുമ്പോട്ട് പഠിക്കണോ, അങ്ങോട്ട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്, എൻ്റെ ഫ്രണ്ട് ഷെയ്ർ സർ ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഈ പ്ലാനിനെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. അവനും സാറും അക്കൗണ്ട്സിലായിരുന്നു, ഞാനും അക്കൗണ്ട്സിലാണ്. നാട്ടിൽ ഒരുമിച്ച് ചെറുപ്പം മുതലേ നമ്മൾ ഒരുമിച്ചിട്ടാണ്. അപ്പൊ ആളാണ് ആദ്യമായിട്ട് ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട്, ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ടൊക്കെ ആദ്യമായിട്ട് എന്നോട് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നാട്ടിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഈ പ്രോജക്റ്റിനെ കുറിച്ച്, പ്ലാനിനെ കുറിച്ച് ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തു. ഹലോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാൻ കേട്ട സമയത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് സംസാരിച്ച ഒരാളാണ് ഞാൻ. കാരണം ഒരുപാട് മണിച്ചേരും പല ഉടായ്പ പരിപാടികളും ഓൾറെഡി നമ്മൾ നാട്ടിലും പല സ്ഥലങ്ങളിലായിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇത് പ്ലാൻ കേട്ട സമയത്ത് കേട്ടിട്ടില്ല. ഈ പ്ലാനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞു. ഞാൻ ചെയ്യാന്നുള്ളതല്ല, ഷെയർ സർ എനിക്ക് പ്ലാൻ സമയത്ത് ഷെയർ സറോട് ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞേക്കായിരുന്നു. ഈ എന്ത് ചെയ്തണ്ട, വെറുതെ ഇതിൽ പോയിട്ട് പെടണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഫുൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫുൾ നെഗറ്റീവ്. നെഗറ്റീവ് അടിച്ചിട്ട് ആളെ എയറിൽ ഇട്ടിട്ടുണ്ട്. എത്ര ആയിട്ടും പിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവരും നെഗറ്റീവ് ആക്കി. പക്ഷെ ഞാൻ സ്റ്റാർട്ട് തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ മേഖലയിൽ തന്നെ എന്ത് ചെയ്തു, ഷെയർ സർ ഈ മേഖല മനസ്സിലാക്കിയത് കൊണ്ട് ഷെയർ സർ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഫാൻ സാറും ഫർഷിൻ സാറൊക്കെ കൂടെ കട്ടക്ക് നിന്നിട്ട് എന്ത് ചെയ്തു, കൂടെ ഇറങ്ങി അവരെ കൂടെ നിന്ന് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഷെയർ സർക്ക് ചെറിയ രീതിയിൽ വരുമാനമൊക്കെ വന്നു തുടങ്ങിയ സമയത്താണ് എൻ്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി, ഹലോ ഇനി അവരെങ്ങാനും പോയി രക്ഷപ്പെടുവോ എന്നുള്ള ചിന്തയാണ് എന്ത് ചെയ്തത്, ഇതൊന്ന് കേട്ട് നോക്കാം, ഹലോ ഒന്നും കൂടെ ഈ ഒരു പ്ലാൻ കേട്ട് നോക്കാം എന്നുള്ള ഒരു മൈൻഡിലേക്ക് ഞാൻ എത്തിയത്. ഹലോ അങ്ങനെ എന്ത് ചെയ്തു, രണ്ടാമതും ഷെയർ സാറെ വിളിച്ചു. എനിക്ക് എന്തായാലും എന്ത് ചെയ്യണം, പ്ലാൻ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഷെയർ സാറെ കൂടെ പിന്നെ ഞാൻ കൊണ്ടോട്ടിയിലേക്ക് വന്നു. സഫാൻ സാർ കറക്റ്റ് ആയിട്ട് പ്ലാൻ പറഞ്ഞു വന്ന സമയത്താണ് കറക്റ്റ് ഈ ഒരു ബിസിനസ് എന്താന്നുള്ളതിന്റെ ഒരു ഡെപ്ത് എനിക്ക് മനസ്സിലായതും ഇത് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. രണ്ടാമത് ആദ്യം ഫുൾ നെഗറ്റീവ് ആയിരുന്നു, ഞാൻ എന്ത് ചെയ്തു, നേരെ ഞാൻ പ്ലേറ്റ് മറിച്ചിട്ടു. ഏതായാലും ഞാൻ പ്ലാൻ കേട്ട അന്ന് രാത്രി തന്നെ എനിക്ക് ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ആളാണ് ഞാൻ. BOP പ്രോഗ്രാം ഒന്നും കേട്ടിട്ടല്ല. സഫാൻ സാർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഈ പ്രോജക്ട് കറക്റ്റ് മനസ്സിലാക്കി തന്നു. അന്നത്തെ ആ ഒരു വിശ്വാസത്തിലാണ് എന്ത് ഞാൻ ബിസിലേക്ക് കയറി വരുന്നത്. ഓക്കെ ഷമാ സർ. ഓക്കെ 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 നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലോട്ട് നെഗറ്റീവ് പറഞ്ഞ ആളാണ്. നെഗറ്റീവ് പറഞ്ഞ ആളായിരുന്നു എന്ന് പറഞ്ഞു. സുഹൃത്ത് ഇനി അഥവാ എങ്ങാനും ഷഹീർ സാർ ഇതിൽ കൂടെ പൈസ ഉണ്ടാക്കിയ ഞാൻ പൊട്ടനായല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ജുനൈദ് സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. റൈറ്റ്, ഓക്കെ, അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പം ജുനൈദ് സാർ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ് ഏറ്റെടുത്ത് ചെയ്യാൻ, അതായത് ഇപ്പം ഇപ്പൊ പല ആളുകളും ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പല ആളുകൾക്കും അതിനനുസരിച്ചുള്ള സീരിയസ്നെസ് ഇല്ലാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ നിർബന്ധം മുഖേനം അല്ലെങ്കിൽ സ്പോൺസറുടെ നിർബന്ധം മുഖേനം എന്നുള്ള രീതിയിലൊക്കെ ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ജുനൈദ് സാർ ഈ ഒരു ബിസിനസ് പ്ലാൻ കേട്ട് പ്രൊജക്റ്റ് എടുത്ത് ആ ഒരു തീരുമാനം, ബിസിനസ് ചെയ്യാനുള്ള തീരുമാനം എടുത്ത് അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കാരണം, ഒരു ഫുൾ ടൈമർ ആയിക്കൊണ്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്യാനുണ്ടാക്കിയിട്ടുള്ള ഒരു കാരണം എന്തായിരുന്നു ജുനൈദ് സാർ? ഓക്കെ, പിന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ബിസിനസ് വലിയ സീരിയസ് ഒന്നുമല്ല സത്യം പറഞ്ഞാൽ. അഥവാ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു ഇൻകം അഥവാ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഒക്കെയാണല്ലേ ഉള്ളിലുള്ളത്. ഇപ്പൊ പല ആൾക്കാരും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഹലോ ഇതിലൂടെ വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള വലിയൊരു കോൺഫിഡൻസ് നമുക്ക് ഒന്നും ഇല്ലേനും. നമ്മ പ്ലാൻ കേട്ടു, അടിപൊളിയാണ്, ചെയ്തു നോക്കാം, അത്രേ ഉള്ളൂ. അത്രമാത്രം വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ലായിരുന്നു. അത് പാർട്ട് ടൈം ആയിട്ട് അതിന്റെ കൂടെ ഇതിന്റെ വർക്കിന്റെ കൂടെ ഒരു പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ ചെയ്തു പോയിരുന്നു. പക്ഷെ ഇത് സീരിയസ് ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ പിന്നെ ലീഡേഴ്സിനായിട്ടുള്ള കണക്ഷനാണ് എന്ത് ചെയ്തത് എന്നെ ഈ ബിസിനസ്സിൽ സീരിയസ് ആക്കിയത്. അഥവാ എവറി ഡേ എന്ത് ചെയ്യും, ലീഡർമാർ എന്നെ കോൺടാക്ട് ചെയ്യും. എല്ലാ ദിവസവും ലീഡേഴ്സ് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെ ലീഡേഴ്സിന്റെ കൂടെ എല്ലാ ദിവസവും സഫാൻ സാർ കൂടെ ഫർസീൻ സാറെ കൂടെ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാ ദിവസവും ഇറങ്ങാൻ തുടങ്ങി. എവറി ഡേ എന്ത് ചെയ്യും, എന്നെ വിളിച്ചിറക്കും, അവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. പതിയെ 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 എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി.
ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ജോലിക്ക് പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ള എന്ത് ചെയ്തു, ഇവരെ കൂടെ കുറച്ച് ദിവസം നടന്നപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. ഹലോ, എപ്പോഴും ഒരാളെ കീഴിൽ പണിയെടുക്കണം. ഹലോ, അവിടുത്തെ ടൈമിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയിരിക്കണം. കിട്ടുന്ന സാലറിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പക്ഷേ ഞാനിവിടെ കാണുന്നത് സെഫാൻസറെ ലൈഫ് സ്റ്റൈലും പരിസർക്ക് കിട്ടുന്ന വരുമാനം, ഈ സാധനങ്ങളെ മിഥിലാഴ്ചർക്ക് കിട്ടുന്ന വരുമാനം, ഇതൊക്കെ നമ്മൾ കാണണം. അപ്പൊ ജോലി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ള എന്ത് ചെയ്തു, ഈ ഒരു സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അവിടെ കൊടുക്കുന്ന സമയം കൂടി ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായതുകൊണ്ട് എന്തു, ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അത് മാത്രമല്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ സെഫാൻ സാറും ഇവരൊക്കെ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതിൽ ഒന്നുകൂടി സീരിയസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇത് പോകുന്നുള്ള ബോധ്യം വന്നു. അപ്പോൾ ഇറങ്ങി ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ബിസിലേക്ക് വന്ന സമയത്ത് പല കാറ്റഗറിയിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പല പ്രോഗ്രാമിൽ നിന്നായിട്ടും മീറ്റിംഗ്സിനായിട്ട് കണ്ടുമുട്ടാണ്. അഥവാ വലിയ ഒരുപാട് ഏജിലുള്ള ആൾക്കാർ, ഒരുപാട് എക്സ്പീരിയൻസ് പല മേഖലയിൽ ചെയ്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് ഇറങ്ങണം. എല്ലാ പ്രൊഫഷൻസിൽ നിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഡെപ്ത് ഇത് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലേക്കല്ല, എന്റെ ഫാമിലിന്റെയും ഇന്ത്യയും മൊത്തം പിക്ചർ മാറ്റാൻ പറ്റുന്നുള്ള ഒരു ബോധ്യം എന്ത് ചെയ്തു, ലീഡേഴ്സ് ആയിട്ടുള്ള കണക്ഷൻ, അതുപോലെ റെഗുലർ ആയിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, സീരിയസ് ആയത്. എവറി ഡേ എന്ത് ചെയ്യും, ഒരു ദിവസം പോലും ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും മിസ്സാക്കിയിട്ടില്ല. അപ്പൊ ഈ റെഗുലർ ആയിട്ടുള്ള പ്രോഗ്രാംസും, മോർണിംഗ് മീറ്റ് ആണെങ്കിൽ മോർണിംഗ് മീറ്റ്, ഇതുപോലെ ആർക്കെ മീറ്റ് ആണെങ്കിലും മോർണിംഗ് മീറ്റ് ആണെങ്കിലും ഇതുപോലെ ഓരോ പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്താണ് എന്ത് ചെയ്തത്, ഈ ഒരു ബിസിനസിന്റെ സീരിയസ്നെസ് എന്താണ്, ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം വളരാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ബോധ്യപ്പെട്ടത്. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് പതിയെ പതിയെ സീരിയസ്നെസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. ഈ ഒരു ലീഡർമാരായിട്ട് നല്ല രീതിയിൽ ടച്ച് ആയിട്ട് നിന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബിസിനസിന്റെ ഗ്രോത്ത് ആൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആള് ഇതിലൊരു ഫുൾ ടൈമർ ആയിട്ട് നിന്നെന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഒരു ജേർണിയിൽ നമുക്ക് നമ്മളെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. റൈറ്റ്. ജുനൈദ് സാറെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പല ആളുകളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആവും. കാരണം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിയുന്ന സമയത്ത്, ഇത് ഏറ്റെടുത്ത് കഴിയുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, തുടക്കത്തിലൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും ഈ ഒരു ബിസിനസ്സിൽ. ഇന്ന് ഒരുപാട് ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ് ചെയ്യാത്ത ഒരുപാട് കാരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് ഡ്രോപ്പ് ചെയ്തു പോകുന്ന ആളുകൾ. കാരണം ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും. റൈറ്റ്. അപ്പൊ ജുനൈദ് സാറെ സംബന്ധിച്ചിട്ട് ഈ ഒരു ബിസിനസ്സിൽ സ്ട്രഗിളിംഗ് ടൈം ഉണ്ടായിരുന്നു? സ്ട്രഗിളിങ്ങും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രഗിളിങ്ങും നെഗറ്റീവ്സും തുടക്ക സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ബിസിനസ് സ്ട്രഗിളിംഗ് ഉണ്ടായിട്ടെന്ന് പറഞ്ഞു. ഈ ഒരു നെഗറ്റീവ്സിനെ അതുപോലെ തന്നെ ഈ ഒരു സ്ട്രഗിളിങ്ങിനെ ഈ സ്ട്രഗിളിങ്ങിനെ കുറിച്ചിട്ടാണ്. ഈ സ്ട്രഗിളിങ്ങിന് എങ്ങനെയാണ് ജുനൈദ് സാർ അവിടെ ആ ബിസിനസ്സിൽ നിലനിന്ന് അത് ആ സ്ട്രഗിളിങ് സഹിച്ചുകൊണ്ട് ആ ബിസിനസ്സിൽ നിലനിൽക്കാനുണ്ടായ ഒരു റീസൺ ഒന്ന് പറഞ്ഞല്ലോ, എങ്ങനെ അതിനൊക്കെ ഇത് ചെയ്തു എന്നുള്ളത്. കാരണം ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞാൽ ഇത് ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രഗിളിങ് വരുമ്പോഴേക്ക് മൈൻഡ് സെറ്റ് ഡൗൺ ആയി ഈ ഒരു ഓപ്പർച്യൂണിറ്റിന്ന് ലെഫ്റ്റ് അടിച്ചു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. സോ ജുനൈദ് സാർ ആ ഒരു സ്ട്രഗിളിങ്ങിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു അതിനെ ഡീൽ ചെയ്തത്? ഓക്കെ, യെസ്. ഇപ്പൊ എന്തായാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ചോളം എന്ത് ചെയ്യും, ഒരുപാട് സ്ട്രഗിളുകൾ വരും. കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു എക്സ്പീരിയൻസോ ഒരു പരിചയവും ഇല്ല. ഞാനിവിടെ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന പോലെയാണ് എന്ത് ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്നത്. ഇതിനെ കുറിച്ചിട്ട് ഒരു ധാരണയും നമുക്കില്ല. ഇവിടെ വന്നിട്ടാണ് എന്ത് ഇപ്പൊ പല കാര്യങ്ങളും പറഞ്ഞു തന്ന് മനസ്സിലാക്കുന്നത്, പോലെ പെട്ട് പഠിക്കുന്നു. ഇങ്ങനെയാണ് കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ തുടക്ക സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ നിങ്ങൾ നെഗറ്റീവ് അടിക്കണ പല ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റേഷൻ കൊടുത്തിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരുപാട് നെഗറ്റീവ്സുകൾ മാർക്കറ്റിൽ വരും. ഇതെനിക്ക് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അഥവാ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ പോലും എന്ത് ചെയ്തില്ല, കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ഒരുപാട് കാലം ചെയ്തിട്ടുണ്ട്. ടീമൊന്നും സെറ്റ് ആവാതെ ഒരുപാട് കാലം ഇരുന്നിട്ടുണ്ട്. അഥവാ ഞാൻ ഒരാൾക്ക് പ്രസന്റേഷൻ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് പ്ലാൻ കൊടുക്കും. ഇപ്പൊ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടക്ക സമയത്ത് കുറഞ്ഞ കാലം എന്ത് ചെയ്തിട്ടുള്ളൂ, പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫുള്ളായിട്ട് ഇറങ്ങി. പിന്നെ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ കോട്ടക്കൽ ഓഫീസ് എടുത്തു, അവിടെ റൂം എടുത്തു. അതിന്റെ സ്റ്റാർലാങ്കിലും കോട്ടക്കൽ റൂം എടുത്തിട്ട് അവിടെ ഫർഷീൻ സാറും നമ്മളെല്ലാവരും റൂം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിസിനസ്സിൽ സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ ബിസിനസ് അവിടെ ഓഫീസും അത് വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ തുടക്ക സമയത്ത് എന്റെ സറൗണ്ടിങ് ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത് എന്റെ ഫാമിലി ഭൂലോക നെഗറ്റീവ് ആയിരുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വൺ നെഗറ്റീവ് ആയിരുന്നു. കാരണം ഇതേപോലെ തന്നെ അവരെ സംബന്ധിച്ചോളം അവർക്ക് ബിസിനസ് എന്താണെന്ന് അറിയില്ല. കാരണം ഞാനേ നെഗറ്റീവ് ആയതുകൊണ്ട് വീട്ടുകാർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ വീട്ടുകാരെന്തായിരുന്നു തുടക്ക സമയത്ത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിരുന്നു. അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല തുടക്ക സമയത്ത് ബിസിനസ് ചെയ്യാൻ പറഞ്ഞിട്ടോ. കാരണം ഞാനൊരു മേഖല ചെയ്യാണ്, അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങാമെന്നോട് പറഞ്ഞപ്പോൾ ചെയ്തു ഡബിൾ നെഗറ്റീവായി. എന്തിനാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്ന മേഖല കിട്ടുന്ന കയ്യിലുള്ള എന്ത് ചെയ്തിട്ടുണ്ട് കളയണ്ട, അഥവാ മറ്റേ കിട്ടിയതും പിടിച്ചതും കടിച്ചതും കളയണ്ട എന്ന് പറഞ്ഞവരെന്ത് ചെയ്തു, കുറെ പറഞ്ഞു.
പക്ഷെ എനിക്ക് എന്ത് ചെയ്തു, ഈ മേഖലയിൽ ഞാൻ full ആയിട്ട് ഇറങ്ങി കഴിഞ്ഞെങ്കിൽ എനിക്ക് വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധ്യമുള്ളതാണെങ്കിൽ ഞാൻ full ആയിട്ട് ഇറങ്ങി. എനിക്ക് മനസ്സിലായി, ഞാൻ ഇറങ്ങി. അവരെ സംബന്ധിച്ചോളം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോഴുള്ള മാറ്റങ്ങളാണ് എന്ത് ചെയ്തത് അവരപ്പം മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ തുടക്ക സമയത്ത് എനിക്ക് വന്ന നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പ്രസന്റേഷൻ. ഒരു ടീം ഉണ്ടാക്കാൻ ഇപ്പൊ പല ആൾക്കാരും നട്ടോടെ ഓടുണ്ടാവും. ഹലോ, ലെഫ്റ്റിലും റൈറ്റിലും ഒരാളെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഉണ്ടാവും. ഉള്ള ആൾക്കാർ വന്നു പോകുന്ന അവസ്ഥകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ തുടക്ക സമയത്ത് ഒരു പ്രസന്റേഷൻ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ കോട്ടക്കലാണ്, എന്റെ നാട് കീശേരിയാണ്. കീശേരിന്ന് എന്ത് ചെയ്യണം, കോട്ടക്കന്ന് കീശേരിക്ക് എന്ത് ചെയ്യണം, ആ വണ്ടി എടുത്തിട്ട് കീശേരിക്ക് എത്തണം ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ. ഞാൻ അവിടെ നിന്ന് ഓടി 1 മണിക്കൂറൊക്കെ റൺ ചെയ്ത് കീശേരി എത്തുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പ്ലാൻ ചെയ്ത ഗസ്റ്റ് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടാവും. ഹലോ എടാ, ഞാൻ കീശേരിയില്ലടാ, ഞാൻ കൊണ്ടോട്ടി എത്തുന്ന പറയും. പിന്നെ ഞാൻ കൊണ്ടോട്ടിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, അവൻ പറയുന്നത് എടാ ഞാൻ കൊണ്ടോട്ടില്ല, ഞാൻ കീശേരി എത്തുന്ന പറയും. ഇങ്ങനെ എന്ത് ചെയ്യും, ഫുള്ളൂ കറക്കലും നെഗറ്റീവ്സ് ആയിരുന്നു. ഫുൾ ആകെ ഒരുത്തൻ പ്ലാൻ കേൾക്കാൻ വരെ എന്ത് ചെയ്യില്ലായിരുന്നു, ആരും തയ്യാറാവാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരാൾ പ്രസന്റേഷൻ കേൾക്കാനെങ്കിലും നിന്നിട്ടുണ്ട്, പിന്നെ വന്നേ പറഞ്ഞോട്ടെ. പ്രസന്റേഷൻ കേൾക്കാൻ വരെ നിന്നരാത്ത സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു തുടക്ക സമയത്ത്. അത്ര ആ രീതിയിൽ എന്ത് ചെയ്തിരുന്നു. കാരണം നമ്മൾ ഈ പ്ലാൻ പറയാനോ നമ്മൾ വരുന്ന എന്തിനാന്ന് പോലും എന്ത് ചെയ്യും, അവർ ആദ്യം തന്നെ എന്ത് ചെയ്യും, ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹലോ, നമ്മളെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നോണ്ട് തന്നെ അപ്പൊ ആദ്യം പ്രീ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ വിളിക്കുമ്പോൾ നമ്മൾ എടുത്ത് കിട്ടാതെ ഓടിയിട്ടുണ്ടാവും. ഒരുത്തൻ ഞാൻ തുടക്ക സമയത്ത് പ്ലാൻ കൊടുക്കാൻ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ എത്ര അതിന്റെ മുമ്പിൽ വരൂല. ഹലോ, എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഗൾഫ് പോവാണ്, ഗൾഫ് പോയി. ഇപ്പൊ ഇപ്പോഴും അവൻ ഗൾഫ് പോയിട്ടില്ല. ഹലോ, അന്ന് ഞാൻ 2 കൊല്ലായി, അന്ന് ഗൾഫ് പോകാൻ നേരം എപ്പോഴും ഗൾഫ് പോയില്ല. സംഭവം എന്റെ അടുത്ത് പ്ലാൻ കേൾക്കാതൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്, ഗൾഫ് പോകണമെന്ന് പറഞ്ഞതാണ്. ഇന്ന് വരെ അവൻ ഗൾഫ് പോയിട്ടില്ല. ഹലോ, അപ്പൊ ആ രീതിയിലൊക്കെ കുറെ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ്സിൽ വന്നിട്ടുണ്ട്. ഫാമിലിന്നായിട്ടും പ്രസന്റേഷൻ കൊടുത്ത ആൾക്കാരെന്നായിട്ടും ഒരുപാട് ഇഷ്ടം പോലെ. അത് പിന്നെ ഇതിന്റെ പാർട്ട് ഓഫ് ഗെയിം, ഇതിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കേണ്ടി വന്നു. കുറച്ചു കാലം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ യെസ്. ആ രീതിയിൽ അത് വിട്ടു. പിന്നെ ഇതിന്റെ പിടിച്ചുന്ന കാര്യം എങ്ങനെ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആൻസർ ആണ്. എന്ത് നെഗറ്റീവ്സും കാര്യങ്ങളും സ്ട്രഗ്ലിംഗ് വന്ന സമയത്ത് എങ്ങനെ പിടിച്ചെന്ന് വെച്ചാൽ, ഇപ്പൊ തുടക്ക സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് full ആയിട്ട് ഇറങ്ങിയതാണ്. ഇനി വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റൂല. ഞാൻ വീട്ടുകാരോടുള്ള വാശിയിലാണ് ഒന്നാമത് ബിസിനസ് ചെയ്യണം. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നെഗറ്റീവ് അടിച്ച ആൾക്കാരോടുള്ള വാശിക്കാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യണം. എങ്ങനെയെങ്കിലും വരെ മുമ്പിൽ എന്ത് ചെയ്യണം, ഒന്ന് സെറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് റൂം വരെ എടുത്തിരുന്നത് കോട്ടക്കലേക്ക് മാറിയത്. അപ്പൊ അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ, കോട്ടയ്ക്ക് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് മാറിയ സമയത്ത് അവിടെ ഫുഡിന് ആരെന്നെ പൈസ കണ്ടെത്തണം, നമ്മൾ തന്നെ ഫണ്ട് കണ്ടെത്തണം. ഹലോ, വീട്ടിൽ പോയിട്ട് രാവിലെ പോയി ഇരുന്നാൽ കിട്ടുന്ന പോലെ എന്ത് ചെയ്യില്ല, ഫുഡ് കിട്ടൂല. ഉച്ചക്കും അതേപോലെ ഇരുന്നാൽ ഫുഡ് കിട്ടൂല, രാത്രി അതേപോലെ ഫുഡ് കിട്ടൂല. അപ്പോൾ ഫുഡിന് നമ്മൾ ഫണ്ട് കണ്ടെത്തണം. റൂമിന്റെ റെന്റ് മൊത്തം 5 പൈസ വരുമാനമില്ല, 5 പൈസ വരുമാനമില്ല. ഫുൾ ചെലവും മൊത്തം ചെലവ് നമ്മൾ എടുക്കുന്ന രീതിയിലേക്ക് മാറണം. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഫുഡ് കിട്ടാതെ കുറെ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്. റമദാൻ മാസം എന്ത് ചെയ്തിട്ടുണ്ട്, റമദാൻ മാസം അവിടെ റമദാൻ മാസത്തിലാണ് ഞാൻ ഫസ്റ്റ് റൂമിലേക്ക് മാറുന്നത് തോന്നുന്നു. അന്ന് നോമ്പെടുക്കുന്നതൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഫുൾ ഒപ്പിക്കൽ, രാത്രി ഫുഡും ഫ്രൂട്ട്സോ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് വെച്ച് കഴിക്കും. നോമ്പ് ഇറക്കാൻ ഏതെങ്കിലും പള്ളിയിൽ പോകും. ഇങ്ങനെയൊക്കെയായിരുന്നു എന്ത് ചെയ്യുന്നത്, റൂമിൽ അവിടെ നിന്ന സമയത്തൊക്കെ പിടിച്ചിരുന്നത്. ഇങ്ങനെ കുറെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ. കാരണം നമുക്ക് കൊറോണ സമയത്ത് ഫാദർ എപ്പോഴും പറഞ്ഞ കാര്യം എന്ത്, കൊറോണ സമയത്ത് സ്ട്രഗിളിംഗ് ഉള്ളൂ. ഒരു 30 വർഷം കൊണ്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ത് ചെയ്താൽ മതി, 1-2 വർഷം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 30 വർഷത്തിൽ ഒരാൾ ഉണ്ടാക്കണ മൊത്തം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹലോ, ആ ഒരു സമയം നമ്മൾ മാക്സിമത്തിൽ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ. പക്ഷെ ഒരു 30 വർഷത്തോളം ഉള്ള സ്ട്രഗിളിംഗ് എന്ത് ചെയ്യേണ്ടി വരും, ഈ 2 വർഷം കൊണ്ട് വേണ്ടി വരുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ആ ഒരു മൈൻഡ് സെറ്റിൽ വിട്ടു. അപ്പോ ഞാൻ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റിയ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ലീഡേഴ്സിന്റെ കൂടെയുള്ള ഈ ഒരു കണക്ഷൻ ഫുൾ ആയിട്ട് എന്ത് ചെയ്തു, ലീഡേഴ്സിന്റെ കൂടെ ഇറങ്ങി അവരായിട്ടുള്ള കണക്ഷൻ പ്രോപ്പർ ആയിട്ട് റെഗുലർ ആയിട്ട് എന്ത് ചെയ്തു, അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ ഇതില്ലോണ്ട് തന്നെ എന്താ വെച്ചാൽ, ഞാൻ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണ് അത് നഷ്ടക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. കാരണം എന്റെ ലീഡേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാണ്. അഥവാ ഞാൻ എങ്ങനെ ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒരുപാട് സ്ട്രഗ്ലിംഗ് വന്നിട്ട് എനിക്ക് നിർത്തണം എന്ന് വരെ തോന്നിയിട്ടുണ്ട്. പല ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. ഹലോ, ഇതൊന്ന് ഒഴിവാക്കി വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യും, വേറെ എന്തെങ്കിലും പണിക്ക് പോയാലോ. ഹലോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഫാൻ സാറും ഫർഷിൻ സാറും ഷെയ്ർ സാറൊക്കെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബിസിനസ്സിൽ വരുമാനം വാങ്ങിയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അവർ നല്ല സീരിയസ് ആയിട്ട് മരിച്ചു ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം, ഞാനെങ്ങാനും നിർത്തിയ ഇവരെല്ലാവരും സക്സസ് ആയിട്ട് ഇവരെ എടുക്കണ കാറും ഇവരെ പ്രീമിയം വണ്ടിയും ഇവരെ സക്സസും ഒക്കെ ഞാൻ എന്റെ കൺമുമ്പിൽ കാണേണ്ടി വരും. ഹലോ, ഞാൻ അത്രയും ചിന്തിച്ചിട്ടുള്ളൂ. ഇവരെന്തായാലും വിജയിക്കും, ഇവരെന്തായാലും ഞാൻ കൺമുമ്പിൽ കാണേണ്ടി വരും. അത് കണ്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ മാക്സിമത്തിൽ പിടിച്ചു നിന്നു. എല്ലാം എന്തായാലും ഡ്രോപ്പ് ചെയ്യൂല എന്നുള്ള തീരുമാനത്തിൽ തന്നെ നിന്നു. അപ്പോൾ ഇവിടെ എല്ലാവരോടും പറയാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പൊ പല സ്ട്രഗിളിങ്ങും പല പ്രശ്നങ്ങളും വരും, അഥവാ ബിസിനസ് ആണ്. അപ്പോൾ പിടിച്ചു നിൽക്കുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, ഒരു ട്രഡീഷണൽ മാർക്കറ്റിനെ കുറിച്ചൊക്കെ കോമ്പിനേഷൻ ചെയ്തു നോക്കും. അവിടെ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ ഇറക്കണം. ഹലോ, അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്, പണിക്കാർക്ക് കൂലി കൊടുക്കണം. നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, നമുക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കിപ്പോയ പോരെ. എന്നാൽ തന്നെ വലിയ രീതിയിൽ അവരെക്കാളേറെ വലിയ രീതിയിലേക്ക് വളരാനും പറ്റും. അപ്പൊ ഈ ഒരു സാധനം കത്തിയോണ്ടാണ് എന്ത് ചെയ്തത്, അന്ന് ഞാൻ ലീഡേഴ്സിന് കൂടെ ഈ കണക്ഷൻ ഇന്നുകൊണ്ട് പ്രോപ്പർ ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടി, അവർ കൂടെ ഒന്നുകൊണ്ട് എന്ത് ചെയ്തു, ആ ഒരു വിശ്വാസത്തിൽ കൂടെ ഒന്നുകൊണ്ട് എന്ത് ചെയ്തു, ഇന്നും നിലനിന്നു. യെസ്. ഓക്കെ.
അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ VOP-യിലേക്ക് ഗസ്റ്റ് കയറാത്ത സമയത്തും നമുക്കൊക്കെ ഇത് നടക്കാത്ത സമയത്തും പല ആളുകൾക്കും ഉള്ളിൽ എനിക്കിത് നടക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്കൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് എല്ലാ ആളുകളുടെ തലയിലേക്കും വരുന്നൊരു സമയമുണ്ട്. സോ ആ ഒരു സമയത്തിനെ ബീറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ജുനൈദ് സാർ ടോട്ടൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ 10 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രഗിളിങ് വരും, ഷുവർ, ഉറപ്പാണ്. അപ്പോൾ പല രീതിയിലുള്ള സ്ട്രഗിളിങ്ങുകളും പല രീതിയിലുള്ള പരീക്ഷണങ്ങളും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വരും. പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ജുനൈദ് സാറെ പോലെ 10 ലക്ഷം അക്കൗണ്ടിൽ കയറും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്ന് ജുനൈദ് സാർ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. റൈറ്റ്, റൈറ്റ്. അതുപോലെ തന്നെ ജുനൈദ് സാറെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ഏതൊരാളെ സംബന്ധിച്ചിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഇയാൾക്ക് എന്തായാലും നെഗറ്റീവ് കിട്ടും. ജുനൈദ് സാറെ ഉള്ളിൽ കൊണ്ടിട്ടുള്ള നെഗറ്റീവ്, ഭാവിയിൽ ഇതിന് ഞാൻ റിവെഞ്ച് കൊടുക്കും, ഉള്ളിൽ ഇങ്ങനെ എന്നും ഒരു മുറിവ് പോലെ തട്ടി നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഉണ്ടോ ജുനൈദ് സാറെ? യെസ്. അതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്താത്ത സാധനങ്ങൾ എൻ്റെ ഫാമിലി എന്നുള്ള നെഗറ്റീവ്സ് ആണ്. തുടക്ക സമയത്ത് ഫാമിലിയിൽ ഫുൾ എയർലെഡ്, കാരണം എൻ്റെ വീട്ടിൽ ചെറിയ മോനാണ് ഞാൻ. അല്ല, എനിക്ക് 3 ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ അതേപോലെ 2 സിസ്റ്റേഴ്സ്, ഇതാണ് എൻ്റെ ഫാമിലി. അപ്പോൾ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിൽ വീട്ടിലെ ബ്രദേഴ്സ് മൊത്തം എൻ്റെ എയർലെഡിലാണ്. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ പരിപാടീസ് ഒക്കെ ഒഴിവാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ തുടങ്ങുന്നത് എന്റർപ്രണർ ബിസിനസ്മാൻ എത്തി. അതാണ് ഫുൾ വീട്ടിലെത്തിയാൽ ഫുൾ നെഗറ്റീവ്. അപ്പൊ ഫസ്റ്റത്തെ എന്റെ സാധനം എന്താ വെച്ചാൽ, വീട്ടുകാരുടെ മുമ്പിൽ എന്ത് ചെയ്യണം, എനിക്ക് എങ്ങനെയെങ്കിലും വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഹലോ, എങ്ങനെയെങ്കിലും സക്സസ് ആയിട്ട് വീട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. ഈ ഒരു വാശി നന്നായിട്ട് ഉള്ളിലുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് സെറ്റാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നെഗറ്റീവ്സ് എനിക്ക് വല്ലാതെ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നുള്ള ഏറ്റിട്ടില്ല. കാരണം ഞാൻ ആദ്യം ഭൂലോക നെഗറ്റീവ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആര് നെഗറ്റീവ് അടിച്ചാൽ എനിക്ക് എന്തായിരുന്നു, എനിക്കൊരു ഞാൻ അത് അത്ര സീരിയസ് ആക്കിയിട്ട് പല നെഗറ്റീവ് എടുത്തിട്ടില്ല. കാരണം ഞാൻ ആദ്യം വൻ നെഗറ്റീവ് ആണല്ലോ, വൻ നെഗറ്റീവ് ആണ് ഞാൻ. ആ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇനി ആര് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അത്ര ഓവറായിട്ട് അങ്ങനെ ഉള്ളിലേക്ക് ചെയ്തിട്ടില്ല, ഏറ്റില്ല. പക്ഷെ ഓരോരുത്തർ പറയുമ്പോഴും ഉള്ളിലുണ്ടാവും. ഹലോ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർ ട്രോളുമ്പോഴും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും. പക്ഷെ അത്രമാത്രം വലിയ രീതിയിലുള്ള നെഗറ്റീവ്സ് ഒന്നും എന്തിട്ടില്ല, ഞാൻ സീരിയസ് ആക്കി എടുത്തിട്ടില്ല. നെഗറ്റീവ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ നെഗറ്റീവ്സ് അത്ര സീരിയസ് ആക്കിയിട്ടില്ല. അതിന് മെയിൻ റീസൺ എന്താണ്, ഞാൻ ആദ്യം പോലും ഒക്കെ നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, മറ്റേ സഹാറ മരുഭൂമിക്ക് മണൽ കയറ്റരുന്ന് പറഞ്ഞ മാതിരി എനിക്ക് ഞാൻ ആദ്യം നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്ക് വല്ലാതെ നെഗറ്റീവ് ഏറ്റിട്ടില്ല. ഞാൻ അത്ര സീരിയസ് ആക്കി എടുത്തില്ല നെഗറ്റീവ്സ് ഒന്നും. ഓക്കെ, ഓക്കെ, അടിപൊളി, അടിപൊളി. കാരണം ജുനൈദ് സാറെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്വന്തം ബ്രദറിന്റെ ഹൗസ് വാമിങ്ങിനാണെങ്കിൽ പോലും, സ്വന്തം ബ്രദറിന്റെ കല്യാണത്തിന് പോലും പല മീറ്റിംഗ്സിൽ ലൈവായിട്ട് ഞാൻ ജുനൈദ് സാറെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്വന്തം ബ്രദറിന്റെ കല്യാണം, ഹൗസ് വാമിങ് ശനിയാഴ്ച, ഏതൊരു ശനിയാഴ്ച അല്ലായിരുന്നോ ജുനൈദ് സാറെ? യെസ്, യെസ്, യെസ്. ശനിയാഴ്ച ദിവസം ഹൗസ് വാമിങ് നടക്കുകയാണ് സ്വന്തം ബ്രദറിന്റെ. ജുനൈദ് സാർ വെള്ളിയാഴ്ച തലേന്ന് രാത്രി ക്ലോസിംഗ് ഡേ ഓഫീസിൽ ഇരിക്കുകയാണ്. സോ ഇത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടാണ് ഈ ജുനൈദ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കണ്ടത് എന്നുള്ളതാണ്. അതിനെക്കൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു തുടക്കത്തിൽ ഏകദേശം 12,000 രൂപക്ക് വരുമാനത്തിൽ നിൽക്കുന്ന ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മാസം 1,40,000 രൂപ വരെ വരുമാനം മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള മില്യണർ ക്ലബ് മെമ്പർ ആയിട്ടാണ് ഇന്ന് ജുനൈദ് സാർ ഇരിക്കുന്നത്. സോ അന്ന് എടുത്തിട്ടുള്ള കൊടുക്കുന്ന ഡെഡിക്കേഷന്റെ റിസൾട്ടാണ് ഇന്ന് ഈ കാണുന്ന അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. റൈറ്റ്. ജുനൈദ് സാർ, ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്താണെന്ന് പറയാൻ പറ്റും? ഓക്കെ, അച്ചീവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായി. കാരണം ഞാൻ മൊത്തത്തിൽ എന്ത് ചെയ്തു, ട്രാൻസ്ഫോം ആയി. ഫസ്റ്റത്തെ കാര്യം, എൻ്റെ പേഴ്സണാലിറ്റിയിലും എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതെൻ്റെ ഒരു ഫസ്റ്റ് എടുത്തു പറയാൻ പറ്റിയ അച്ചീവ്മെന്റ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഒരാളോട് പോലും സംസാരിക്കാൻ വരെ മടിയില്ലായിരുന്നു. അഥവാ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തെയില്ല, ആ ഗസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ റൂമിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. ഹലോ, അങ്ങനത്തെ മൈൻഡ് സെറ്റ്. അഥവാ ഒരാൾ വീട്ടിൽ വന്നാൽ വരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളായിരുന്നു. ഹലോ, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റ് ആയിരുന്നു. കാരണം എനിക്ക് ആൾക്കാരായിട്ട് അത്ര മിങ്കിളായിട്ടോ പിന്നെ കൂടുതലായിട്ട് ഇറങ്ങി സംസാരിക്കുന്ന ക്യാരക്ടറോ അല്ലെങ്കിൽ പല ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇതിന് കുറെ സംസാരിക്കാൻ അറിയണം, ഇതിന് കുറെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ അത്ര ആക്റ്റീവ് ആയിട്ടോ പരിപാടീസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സിൽ ഫസ്റ്റ് എനിക്ക് ഉണ്ടാക്കിയ അച്ചീവ്മെന്റ്സ് എന്ന് വെച്ചാൽ, ഞാൻ ഇറങ്ങി എന്ത് ചെയ്തു, എനിക്ക് ഇന്ന് എത്ര ആളുകളെ മുമ്പിൽ കിട്ടും, ഞാൻ 1000 ആൾക്കാരെ മുമ്പിൽ വന്നാലും ഇറങ്ങി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസും അതിലുള്ള സ്കില്ലും കപ്പാസിറ്റി ഒക്കെ എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തോണ്ട് എന്ത് ചെയ്തു, ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം, ഈ ഒരു ടീമിന്റെ കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് നേടിയെടുക്കാൻ പറ്റി. അതിലൊരു ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തായില്ല, സ്വന്തമായിട്ട് ഒരു ബൈക്ക് പോലും ഇല്ല. ഹലോ, ഒരു സ്കൂട്ടി പോലും എൻ്റെ കയ്യിലില്ല. ബ്രദറിന്റെ RC ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടിയായിട്ടാണ് ഞാൻ നടന്നിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു 2 വീലർ പർച്ചേസ് ചെയ്തു. അതിലുപരി ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റീസെന്റ് എന്ത് ചെയ്തു, ഏതൊരു യങ്സ്റ്ററിന്റെ ഒരു ഡ്രീം ആണെന്ത്, ഒരു സ്വന്തമായിട്ടൊരു 4 വീലർ.
ഹലോ, ഒരു കാറൊക്കെ സ്വന്തമായിട്ട് വേണമെന്നുള്ളത്. ഇപ്പോൾ റീസെന്റ് ഏകദേശം 10 ലക്ഷം രൂപന്റെ ഒരു അർബൻ ക്രൂയിസർ എന്ത് ചെയ്തു, ടൊയോട്ടന്റെ വണ്ടി എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി. അതിലുപരി പിന്നെ ഒരു ട്രിപ്പ് പോവാന്നുള്ളത്. ഇപ്പൊ നാട്ടിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബിസിനസ്സിൽ എന്ത് ചെയ്തു, ഈ ഒരു ഇതിലൂടെ ഒരുപാട് ട്രിപ്പുകൾ പോകാൻ പറ്റി. കമ്പനിന്റെ ഗോവൻ ട്രിപ്പ് ക്വാളിഫൈ ചെയ്തു. അതിലുപരി ഇപ്പൊ റീസെന്റ് ഇതാ ഇന്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡിലേക്ക് എന്ത് ചെയ്തു, കമ്പനിയുടെ വക ഇന്റർനാഷണൽ ട്രിപ്പ് റൂബി എക്സിക്യൂട്ടീവ് അതിന്റെ ആ സമയത്തുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് എന്ത് ചെയ്യാൻ പറ്റി, അത് ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റി. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത അച്ചീവ്മെന്റ് ആണ്. കാരണം ഇനിയും ഒരുപാട് ഹോപ്പുകൾ എന്റെ മുമ്പിൽ കാണാൻ പറ്റുകയാണ്. അതിലുപരി 10 ലക്ഷം രൂപന്റെ മുകളിൽ എന്ത് ചെയ്തു, എന്നെ കൊണ്ട് വരുമാനം ഒന്ന് മന്ത്ലി എന്ത് ചെയ്യാൻ പറ്റാണ്, ഏകദേശം 1 ലക്ഷം രൂപയിലെ വരുമാനം വാങ്ങാൻ പറ്റിയ റാങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റി. കാരണം 12,000 രൂപയിൽ നിന്ന് വന്നാണ് ഞാൻ. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് വന്നു. ഞാൻ പറഞ്ഞ കാര്യം, ഇതുവരെ എന്ത് അച്ചീവ് ചെയ്തു എന്നതിലുപരി ഇനി എന്തോരം അച്ചീവ് ചെയ്യാണ്ടെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചുള്ള എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് എന്ത് ചെയ്യുക, എടുത്ത തീരുമാനം എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇനി മാറ്റരുത്. കാരണം ഇപ്പൊ സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ നിങ്ങളെ ലൈഫ് ട്രാൻസ്ഫോം ആവും. 1-2 വർഷത്തിൽ ചുരുങ്ങിയ സമയത്തെ കളിയാണ്. ഇതൊന്ന് സീരിയസ് ആയിട്ട് അതിൽ നമ്മളൊരു വെള്ളം കലക്ക ഒരു മായം ചേർക്കാതെ കളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മൊത്തത്തിൽ നമ്മളെ ലൈഫ് ട്രാൻസ്ഫോം ആവും. ഒരു സംശയമില്ല, നമ്മളെ ഫാമിലിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഓക്കെ.